ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു പ്രഭാത സന്ദേശവുമായി വീണ്ടും കടന്നു വരുവാൻ കർത്താവ് ഒരിക്കൽ വലിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം വലിയ ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ പ്രഭാത സന്ദേശത്തിനായിട്ട് 2 തീമോഥെയോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുന്നു. അത് നിമിത്തം ഞാനിതൊക്കെയും സഹിക്കുന്നുവെങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്കറിയാം തീമോഥെയോസിന് പൗലോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ താൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനമായി ഇതുവെന്നും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം തീമോഥെയോസിന് എഴുതുകയാണ്. അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഏത് നിമിത്തം? അതിൻ്റെ മേളിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തിന് ഞാൻ പ്രസംഗി അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. ഇവിടെ പൗലോസ് ഹല്ലേലൂയ തീമോഥെയോസിനോട് പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു ദിവസം വരെ തന്നെയല്ല ഹല്ലേലൂയ അന്ത്യത്തോളം നമ്മളെ നിർത്തുവാൻ നമ്മുടെ തമ്പുരാൻ ശക്തനാണ്. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വാസമുണ്ട്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഹല്ലേലൂയ ദൈവവചനത്തിന് മുമ്പാകെ പറയുവാനുള്ളത്, നമ്മുടെ വിശ്വാസം എന്താ പ്രിയമുള്ളവരെ? നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എൻ്റെ ഉപനിധി ഹല്ലേലൂയ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് അവസാനത്തോളം നമ്മളെ സൂക്ഷിപ്പാൻ ശക്തനാണ്. ഒരു ദിവസം തന്നെയല്ല പ്രിയമുള്ളവരെ. നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെന്ന കർത്താവ് ഹല്ലേലൂയ നമ്മളെ കരുതുവാൻ, നമ്മെ നടത്തുവാൻ, നമ്മളെ പരിപാലിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വാസമുണ്ട്? എൻ്റെ രോഗത്തിൽ, എൻ്റെ വേദനയുടെ സമയത്തോ, എൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ എന്നെ സൂക്ഷിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഞാൻ അവനെയാണ് വിശ്വസിക്കുന്നത്. അവനാണ് എൻ്റെ ഉപനിധി. ഹല്ലേലൂയ. ഓരോ ദിവസം തന്നെയല്ല, അവസാനത്തോളം നമുക്ക് പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് വിശ്വസിക്കാം പ്രിയമുള്ളവരെ. എന്നിട്ട് ഹല്ലേലൂയ അതിൻ്റെ മേലിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വചനം എന്താ പറയുന്നത്? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് നമുക്ക് തമ്പുരാൻ നൽകുന്നത്. പേടിപ്പെടുത്തുന്ന ആത്മാവിനെ അല്ല പ്രിയമുള്ളവരെ. മുൻപോട്ട് എങ്ങനെ പോകും, എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന് ഹല്ലേലൂയ ഭയപ്പെടുത്തുന്ന പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലയോ? ഇന്ന് ഈ വചനത്തിന് മുമ്പാകെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മളെ പേടിപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ആത്മാവിനെ അല്ല കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ. അതാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തന്നിരി. അതുകൊണ്ടാണ് പൗലോസ് തീർത്ത് ഇവിടെ പറയുന്നത്, ഇതൊക്കെ ഞാൻ സഹിക്കുന്നു, കഷ്ടത സഹിക്കുന്നു, വേദന സഹിക്കുന്നു, ബുദ്ധിമുട്ട് സഹിക്കുന്നു. ഒത്തിരി ബുദ്ധിമുട്ട്, ഒരുപാട് കഷ്ടത, ഒരുപാട് അടി, ഹല്ലേലൂയ, ഒരുപാട് ഹല്ലേലൂയ, അങ്ങനെ ഒരുപാട് സഹിച്ചവനാണ് ഈ പൗലോസ്. അതുകൊണ്ട് പൗലോസ് പറയുക, ഇതൊക്കെ ഞാൻ സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. എത്ര പേർക്ക് പറയുവാൻ കഴിയും പ്രിയമുള്ളവരെ? എനിക്ക് ഹല്ലേലൂയ ഞാൻ ലജ്ജിക്കുന്നില്ല. എന്ത് വേദന വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പ്രതിസന്ധി പ്രതികൂലങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഇന്ന് രാവിലെ എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയുവാൻ കഴിയുന്നത്, നമുക്ക് പറയുവാൻ കഴിയുമോ? ഞാൻ ഇതൊക്കെ സഹിക്കുന്നു, ഹല്ലേലൂയ, ഇതൊക്കെ ഞാൻ സഹിക്കുന്നുവെങ്കിലും ഞാൻ ഭാരപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാപ്പാൻ ശക്തനാ. ഹല്ലേലൂയ. ഒരു ദിവസം തന്നെയല്ല, അന്ത്യം വരെ എന്നെ കാപ്പാൻ, എന്നെ നിർത്തുവാൻ, എന്നെ കൊണ്ടുപോകുവാൻ എൻ്റെ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ.
എന്ന് ഞാൻ അറിയുന്നെന്ന് നമുക്കൊരറിവുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് ആരാണെന്നുള്ളൊരു അറിവ്. ദൈവത്തിന് സ്തോത്രം. അവൻ ഒരു ദിവസം തന്നെയല്ല, അവസാനത്തോളം എന്നെ കൊണ്ടുപോകുവാൻ എൻ്റെ കർത്താവ് ശക്തന. ഹല്ലേലൂയ. ദൈവത്തിന് ചിന്തിട്ട് പറയുകയാണ് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതിൻ്റെ വേറൊരു വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പ് ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്ത വണ്ണമത്രേ നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്താ? നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്ത നല്ല കാര്യം കൊണ്ടൊന്നുമല്ല തമ്പുരാൻ നമ്മളെ വിളിച്ചത്. എന്തുകൊണ്ടാ? ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ലെന്ന് സകല കാലത്തിനു മുമ്പ് ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. ഹല്ലേലൂയ. നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ വിടുതലുണ്ട് പ്രിയമുള്ളവരെ. പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന നമ്മെ ഹല്ലേലൂയ ക്രിസ്തു ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന ആ നല്ല കർത്താവ് ഹല്ലേലൂയ നമ്മളെ വിളിച്ചത് എന്തിനാ? നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പ് ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്ര എന്ന ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചത് ഹല്ലേലൂയ തൻ്റെ ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് പ്രിയമുള്ളവരെ? നമ്മളെ വിളിച്ചത് നമ്മുടെ കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. ഹല്ലേലൂയ. ആ കൃപയാണ് നമ്മളെ നിർത്തുന്നത്, ആ കൃപയാണ് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പ്രവൃത്തികൾ നിമിത്തമല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷയിൽ വെളിപ്പെട്ടിരിക്കുന്ന തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ നമ്മളെ വിളിച്ചതെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ, ആ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം പൗലോസ് ഹല്ലേലൂയ അവൻ യാത്ര ചെയ്ത് പൗലോസ് പ്രസംഗിച്ചതുപോലെ അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നതുപോലെ അപ്പോസ്തലന്മാരുടെ ആരുമില്ല പ്രിയമുള്ളവരെ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം അനേക സഭകൾ സ്ഥാപിച്ചു, അനേക സഭകളുടെ ഹല്ലേലൂയ പാസ്റ്ററായി തീർന്നു. ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി ഒരുപാട് കഷ്ടം സഹിച്ചു. ആ പൗലോസ് പറയുന്നത് അത് നിമിത്തം ഞാനിതൊക്കെ സഹിക്കുന്നു. ഏത് നിമിത്തം? എന്നെ വിളിച്ചവൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവൻ എന്നെ അന്ത്യത്തോളം നിർത്തുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതൊക്കെ സഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് പറയുവാൻ കഴിയുമെന്ന് രാവിലെ സമയം എന്നെ വിളിച്ചവൻ അന്ത്യത്തോളം നിർത്തുവാൻ എൻ്റെ ദൈവം ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിതൊക്കെ സഹിക്കുന്നു. ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ഹല്ലേലൂയ. നമുക്കൊന്ന് പറയുവാൻ കഴിയട്ടെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. അവസാനത്തോളം എന്നെ നിർത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഒരു ദിവസം തന്നെയല്ല പ്രിയമുള്ളവരെ, അവസാനത്തോളം എന്നെ നിർത്തുവാൻ ശക്തനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ പൗലോസ് ആഗ്രഹിച്ച് തീമോത്തിയോസിനെ കാണുവാൻ, എന്നാൽ ഇതിൻ്റെ അവസാനമൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്തോത്രം പൗലോസിൻ്റെ അടുക്കൽ തീമോത്തിയോസ് കടന്നു ചെല്ലുന്നതിന് മുമ്പ് പൗലോസിനെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം പൗലോസ് ലോകത്തിൽ മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ ദൈവജനത പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ അവസാന വാക്യങ്ങളിലൊക്കെ അത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പൗലോസിനോട് പറയുന്നുണ്ട്, അല്ല തീമോത്തിയോസ് പൗലോസിനോട് പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്ന ആ പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതകളും നീ വരുമ്പോൾ കൊണ്ടുവരിക.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. ഇത്രയുമൊക്കെ ഓടിയിട്ടും പൗലോസ് പറയുന്നത് ഞാനൊന്നുമായിട്ടില്ല. ഹല്ലേലൂയ. ഞാനൊന്നുമായിട്ടില്ല. ഹല്ലേലൂയ. എങ്കിലും ഇത് അത് നിമിത്തം ഞാനിതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു അറിവുണ്ടായിരിക്കണം. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ ആരെയാ വിശ്വസിക്കുന്നത്. അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം എന്നെ കാപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം പ്രിയമുള്ളവരെ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. തുടർമാനമായിട്ട് ഞാൻ അറിയുന്നു എന്നുള്ള ചില കാര്യങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, ഒരു സമയം കൂടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗ്ഗമിടയാക്കിയല്ലോ. പൗലോസ് പറയുന്നത് പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അറിയുന്നു ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നു. ഒരു ദിവസം തന്നെ അവസാനത്തോളം എന്നെ സൂക്ഷിപ്പാൻ, എന്നെ കാപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു തീരുമാനം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? അവൻ എൻ്റെ ഉപനിധിയാണ്, അവസാനത്തോളം കാപ്പാൻ ശക്തനാ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ അയക്കണമേ. സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.